കഥ ആരംഭിക്കുന്നത് ഒരു ചെറിയ ഗ്രാമത്തിലാണ്. സൂസന്നെ എന്ന പെൺകുട്ടിയെ നമ്മൾ പരിചയപ്പെടുന്നു. എല്ലാവരും സ്നേഹത്തോടെ അവളെ സൂസി എന്നായിരുന്നു വിളിച്ചിരുന്നത്. ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചറിൽ ബിരുദം നേടിയ ഒരു പെൺകുട്ടിയാണ് അവൾ. അന്നത്തെ ദിവസം തന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമാകും എന്ന് സൂസി ഉറച്ചു വിശ്വസിച്ചിരുന്നു. 12 വർഷം, അതെ 12 നീണ്ട വർഷങ്ങൾ ഒരേ ഒരാളുമായി പ്രണയത്തിലായിരുന്നു അവൾ. തന്റെ ബോയ്ഫ്രണ്ട് മാസ്റ്റർ ഡിഗ്രി പൂർത്തിയാക്കുന്നതുവരെ അവൾ ക്ഷമയോടെ കാത്തിരുന്നു. ഇനിയിപ്പോൾ ഒരു പ്രപ്പോസൽ വരും, തന്റെ കയ്യിൽ മോതിരമിടപ്പെടും. അവൾ സന്തോഷത്തോടെ അതിനായി കാത്തിരുന്നു. അന്നത് സംഭവിക്കും എന്നവൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ സംഭവിച്ചത് അതല്ല. മോതിരത്തിന് പകരം അവളുടെ ബോയ്ഫ്രണ്ട് ആ ബന്ധം അവിടെ വെച്ച് അവസാനിപ്പിച്ചു. വിശദീകരണങ്ങൾ ഉണ്ടായിരുന്നില്ല. അതിനെപ്പറ്റി ഒരു മുന്നറിയിപ്പ് പോലും അവൾക്ക് ലഭിച്ചിരുന്നുമില്ല. അവളുടെ ഹൃദയം ആ ഒരു നിമിഷം കൊണ്ട് തകർന്നു. അവളുണ്ടായിരുന്ന തന്റെ അമ്മയെ ചേർത്ത് പിടിച്ച് സൂസി പൊട്ടിക്കരഞ്ഞു. സ്വയം നിയന്ത്രിക്കാൻ അവൾ ഒരുപാട് പാടുപെട്ടിരുന്നു. ഒടുവിൽ അവൾ അവിടെ നിന്ന് നടന്നു നീങ്ങി. കാറെടുത്ത് റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി അവളുടെ കാറിന്റെ ടയർ പൊട്ടുന്നത്. ടയർ മാറ്റാൻ ഇറങ്ങിയപ്പോൾ കാറിലെ ജാക്കി കാണുന്നില്ല. ഇളയ സഹോദരി ഏവറി കഴിഞ്ഞ ദിവസം അവളുടെ ജാക്കി എടുത്തിരുന്നു. നിസ്സഹായിയായി അവൾ അവിടെ നിന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് കാറിൽ ഒരു യുവാവ് വന്നെത്തുന്നത്. നേറ്റ് എന്നായിരുന്നു അവന്റെ പേര്. അവളുടെ അവസ്ഥ കണ്ട ഉടനെ ഒരു നിമിഷം പോലും ആലോചിക്കാതെ നേറ്റ് സഹായം വാഗ്ദാനം ചെയ്തു. തന്റെ ജാക്കി എടുത്ത് അവളുടെ ടയർ മാറ്റി കൊടുത്തു. സംസാരത്തിനിടയിൽ ലൂസി തന്നെ സ്വയം പരിചയപ്പെടുത്തി. താനൊരു ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്റ്റ് ആണെന്ന് പറഞ്ഞു. നെറ്റും തന്നെ പരിചയപ്പെടുത്തി. താനിപ്പോൾ ഒരു സോഷ്യൽ വർക്കറായി പുതിയ ജോലിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് സൂസി ശ്രദ്ധിച്ചത്. അവർ നിൽക്കുന്നത് ലൗട്രി എന്നറിയപ്പെടുന്ന ഒരു മരത്തിന്റെ ചോട്ടിലാണ്. ഐതിഹ്യപ്രകാരം ചില കാര്യങ്ങൾ വിശ്വസിക്കപ്പെടാറുണ്ട്. അത്തരത്തിലൊന്ന് ആ ലൗട്രിയെ പറ്റിയുമുണ്ട്. ലൗട്രിക്ക് ചോട്ടിൽ വെച്ച് പരസ്പരം പ്രപ്പോസൽ നടത്തുന്നവർ ജീവിതകാലം മുഴുവനും ഒന്നിച്ചു ജീവിക്കും. സന്തോഷകരമായൊരു വിവാഹ ജീവിതം അവർക്കുണ്ടാകും. സൂസി ഒരിക്കൽ അത് സ്വപ്നം കണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊരു വേദന നിറഞ്ഞ ഓർമ്മ മാത്രമാണ്. വൈകാതെ പരസ്പരം യാത്ര പറഞ്ഞ് ഇരുവരും രണ്ടു വഴിക്കായി പിരിഞ്ഞു. പക്ഷെ അപ്പോൾ അവർ അറിഞ്ഞിരുന്നില്ല ആ ഒരു കൂടിക്കാഴ്ച അവരുടെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റുമെന്ന്. സൂസിക്കറിയാത്ത ഒരു സത്യമുണ്ടായിരുന്നു. നേറ്റ് ഒരു സാധാരണക്കാരനല്ല. അവൻ കാംബ്രിയ എന്ന രാജ്യത്തെ രാജകുമാരനാണ്. ഭാവിയിൽ രാജാവാകുന്നതിനു മുമ്പ് മനസ്സ് ശാന്തമാക്കാനായി അച്ഛന്റെ സുഹൃത്തായ ലേഡി ജെന്നിയുടെ വീട്ടിൽ താമസിക്കാനെത്തിയതായിരുന്നു അവൻ. അവന്റെ കൂടെ സ്വകാര്യ സുരക്ഷാ ഉദ്യോഗസ്ഥനായ ജോണുമുണ്ട്. മറുവശത്ത് സൂസി ആണെങ്കിൽ ഏറെ വേദന നിറഞ്ഞ അവസ്ഥയിലൂടെ കടന്നു പോവുകയായിരുന്നു. എന്നിരുന്നാലും ഒരു പ്രയോജനവുമില്ലാതെ ആ കാര്യങ്ങൾ ആലോചിച്ച് ഇനി സമയം കളയില്ലെന്ന് അവൾ അങ്ങ് തീരുമാനിച്ചു. തന്റെ കരിയറിൽ ഇനി പൂർണ്ണ ശ്രദ്ധയർപ്പിക്കണം. മറുവശത്ത് നേറ്റാകട്ടെ സൂസിയെ മറക്കാൻ കഴിയാതെ ഇരിക്കുകയായിരുന്നു. സൂസിയെ പറ്റിയുള്ള ഓർമ്മകൾ മാത്രം. ഒടുവിൽ അവൻ ലേഡി ജെനിയോട് പറഞ്ഞു, ലേഡി ജെനിയുടെ തോട്ടം ഒന്ന് പുനർരൂപകൽപ്പന ചെയ്യാം. നമുക്ക് ആർക്കിടെക്റ്റായ സൂസിയെ അങ്ങ് നിയമിച്ചാലോ? ലേഡി ജെനിക്കും എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം സൂസി തന്റെ ഫാമിലിയുടെ ചെടിക്കടയിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് നേറ്റ് അങ്ങോട്ടേക്ക് വന്നത്. നേറ്റ് അവളെ കണ്ട് ലേഡി ജെനിയുടെ പൂന്തോട്ടം രൂപകൽപ്പന ചെയ്യാനുള്ള കാര്യത്തെപ്പറ്റി പറഞ്ഞു. പുതിയൊരു ജോലി വന്നെത്തുന്നതിൽ സൂസിക്കും സന്തോഷമുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴാണ് അവൾക്കൊരു കോൾ വന്നത്. അവളുടെ അച്ഛനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. സൂസി വേഗം ആശുപത്രിയിലേക്ക് എത്തി. നേറ്റും കൂടെയുണ്ടായിരുന്നു. അവളുടെ അച്ഛൻ അതീവ ക്ഷീണിതനായി കാണപ്പെട്ടു. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് 2 ആഴ്ചത്തെ വിശ്രമം വേണമെന്നാണ്. പക്ഷേ കടയിൽ ജോലികൾ ചെയ്യാൻ മറ്റാരുമില്ല. വീട്ടിലേക്ക് ആകെയുള്ള വരുമാനം ആ കടയിൽ നിന്നാണ്. അതുകൊണ്ട് താൻ കടയിൽ പോകും എന്നച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നേറ്റ് മുന്നോട്ട് വന്നു. ഞാൻ സഹായിക്കാം. കടയിലെ ജോലികളിൽ നിങ്ങൾ ടെൻഷൻ എടുക്കണ്ട. ഞാനൊരു സോഷ്യൽ വർക്കറാണ്. നേറ്റ് പറഞ്ഞതും അവിടെ ഉണ്ടായിരുന്ന സൂസിയുടെ അമ്മയും സഹോദരിയും നേറ്റിനെ ഒന്ന് നോക്കി. പിന്നീട് സൂസിയുടെ കുടുംബം അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തു. ഒടുവിൽ അമ്മയും മേവറിയും സൂസിയും കൂടി നേറ്റ് കടയിൽ സഹായിക്കട്ടെ എന്ന് തീരുമാനിച്ചു. അങ്ങനാകുമ്പോൾ സൂസിക്ക് ലേഡി ജെന്നിയുടെ തോട്ടം ഡിസൈൻ ചെയ്യാനുള്ള ജോലിയും ഏറ്റെടുക്കാം. നേറ്റ് അങ്ങനെ കടയിലെ ജോലി ആരംഭിച്ചു. ഉത്സാഹത്തോടെ നേറ്റ് ഓരോ ജോലി ചെയ്യുന്നത് കാണുമ്പോൾ സൂസിക്ക് അതിശയം തോന്നുന്നുണ്ടായിരുന്നു. ജോലിക്കിടയിൽ നേറ്റിന്റെ മുഖത്ത് കുറച്ച് അഴുക്ക് പറ്റിയിരുന്നു. സൂസി അത് ക്ലീൻ ചെയ്യുമ്പോൾ അവരൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല കടയ്ക്ക് പുറത്തുനിന്ന് ഒരു മഞ്ഞപ്പത്രക്കാരൻ അവരുടെ ഫോട്ടോകൾ പകർത്തിയെടുക്കുന്നുണ്ടെന്ന്. അടുത്ത ദിവസം സൂസി ലേഡി ജെനിയുടെ വീട്ടിലേക്കെത്തി. വളരെയധികം ബഹുമാനത്തോടെയും സ്നേഹത്തോടെയുമായിരുന്നു സൂസി അവിടെ വെൽക്കം ചെയ്യപ്പെട്ടത്. നേറ്റും ലേഡി ജെനിയും അവിടെ ഉണ്ടായിരുന്നു. പിന്നാലെ ഗാർഡനിങ്ങിന്റെ കാര്യങ്ങൾ
കാര്യങ്ങളെപ്പറ്റിയൊക്കെ അവർ സംസാരിച്ചു. തന്റെ ഐഡിയകൾ സൂസി പങ്കുവച്ചു. സൂസിയുടെ മനോഹരമായ ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളുമൊക്കെ കേട്ടപ്പോ ലേഡി ജെനി അതിൽ ഇംപ്രസ്ഡ് ആകുന്നുണ്ട്. സൂസിയെ പൂർണ്ണമായി വിശ്വസിച്ച് ആ ദൗത്യം അവളെ ഏൽപ്പിക്കാൻ ലേഡി ജെനി തീരുമാനിച്ചു. അധികം വൈകാതെ സൂസി ആ ഗാർഡൻ വർക്കുകൾ ആരംഭിച്ചു. സൂസിയെ സപ്പോർട്ട് ചെയ്ത് നേറ്റും കൂടെ തന്നെയുണ്ട്. ഇതിനിടയിൽ ഒരുപാട് സംസാരിച്ച് അവർക്കിടയിൽ ഒരു സൗഹൃദവും ഉടലെടുക്കാൻ തുടങ്ങി. അടുത്ത ദിവസം സൂസിയുടെ വീട്ടിലേക്ക് നേറ്റ് ഒരു ഡിന്നറിനായി ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെത്തി അവരെല്ലാവരും സംസാരിച്ചു. അപ്പോഴാണ് താൻ ഇവിടെ ഒരു വെക്കേഷന് വന്നതാണെന്നും സോഷ്യൽ വർക്കറായി ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നും നേറ്റ് എടുത്തു പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വെക്കേഷൻ തീരുന്നതിന് മുമ്പ് ഇവിടുത്തെ ഗ്രാമങ്ങൾ സൈക്കിളിൽ ഒന്ന് ചുറ്റിക്കണ്ടുകൂടെ എന്നൊരാശയം സൂസിയുടെ അച്ഛൻ നേറ്റിനോട് ചോദിച്ചു. നേറ്റിനും അത് ഇഷ്ടപ്പെട്ടു. സൂസിയും കൂടെ ഉണ്ടെങ്കിൽ താനത്തിന് ശ്രമിക്കാമെന്നായിരുന്നു നേറ്റ് പറഞ്ഞത്. തിരികെ വീട്ടിലെത്തി വിശ്രമിക്കുമ്പോഴാണ് നേറ്റിന്റെ അടുത്തേക്ക് ജോൺ വന്നത്. നേറ്റും സൂസിയും ഒന്നിച്ചുള്ള ഫോട്ടോ ഓൺലൈൻ മീഡിയകളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അവരെ ബന്ധപ്പെടുത്തി വാർത്തകളും ഗോസിപ്പുകളും പ്രചരിക്കുകയാണ്. നേറ്റ് അത് കണ്ട് ഒന്ന് ഷോക്കായി. ഇതേസമയം മറുവശത്ത് സൂസിയെ തേടിയും ആ വാർത്ത എത്തിച്ചേർന്നിരുന്നു. നേറ്റ് ഒരു രാജകുമാരനാണെന്നത് സൂസിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരുന്നു. അടുത്ത ദിവസം സൂസിയെ കണ്ടപ്പോ നേറ്റ് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു. താനൊരു രാജകുമാരനായി നിന്നാൽ എല്ലാവരും തന്നെ അകറ്റി നിർത്തും. അതുകൊണ്ടാണ് താൻ തന്റെ ഐഡന്റിറ്റി എപ്പോഴും മറച്ചുവെക്കുന്നത്. തന്നോട് ക്ഷമിക്കണം. ആത്മാർത്ഥമായി നേറ്റ് ക്ഷമാപണം നടത്തി. പിന്നാലെ നേറ്റ് സൂസിയുടെ ഫാമിലിയെ കണ്ട് അവരോടും ക്ഷമാപണം നടത്തി. സൂസിയുടെ ഫാമിലി നേറ്റിനോട് ക്ഷമിച്ചെന്നു മാത്രമല്ല, അവരുടെ പ്ലാൻ ഷോപ്പിൽ കുറെ നാള് നേറ്റ് ജോലി നോക്കിയതാണല്ലോ, അതിന്റെ ഒരു ഓർമ്മയ്ക്കെന്ന പോലെ അവനായി പ്ലാൻ ഷോപ്പിന്റെ ഒരു യൂണിഫോം കൊടുക്കുക പോലും ചെയ്തു. നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നത് ഞാൻ മിസ് ചെയ്യും എന്നായിരുന്നു നേറ്റിന്റെ മറുപടി. അധികം വൈകാതെ കേംബ്രിയയിലേക്ക് തിരികെ പോവാൻ നേറ്റ് തീരുമാനിച്ചിരുന്നു. അതിനു മുമ്പ് ഗ്രാമത്തിലൂടെ സൂസിക്കൊപ്പം ഒരു സൈക്കിൾ റൈഡ് പോവാൻ നേറ്റ് തീരുമാനിച്ചു. അവരിരുവരും സൈക്കിളിൽ സഞ്ചരിച്ചു പോയിക്കൊണ്ടിരുന്നു. ഒടുവിൽ ലവ് ട്രീയുടെ ചോട്ടിലായിരുന്നു അവർ എത്തിച്ചേർന്നത്. ലവ് ട്രീയുടെ ചോട്ടിലിരുന്ന് ഇരുവരും കുറച്ചുനേരം സംസാരിച്ചു. കുറച്ചു നാളുകളാണെങ്കിലും അവരുടെ കൂടെയൊക്കെ സാധാരണക്കാരനായി ജീവിക്കാൻ സാധിച്ചത് തന്നെ വലിയ കാര്യമായി കരുതുന്നു എന്ന് നേറ്റ് പറഞ്ഞു. താൻ അധികാരത്തിലെത്തിക്കഴിയുമ്പോ എന്നെങ്കിലും അതിമനോഹരമായൊരു പബ്ലിക് ഗാർഡൻ തനിക്ക് നിർമ്മിക്കണം എന്ന ആഗ്രഹവും നേറ്റ് സൂസിയോട് പങ്കുവച്ചു. അധികം വൈകാതെ നേറ്റ് തിരികെ പോയി. അവൻ കേംബ്രിയയിലെത്തി. അമ്മയായ സാറയെ കണ്ടു. നേറ്റിന്റെ അമ്മ സാറ അതിനോടകം സൂസിയെ പറ്റിയും വിവാദങ്ങളെ പറ്റിയും ഒക്കെ അറിഞ്ഞിരുന്നു. അതിൽ അവർക്ക് വല്ലാത്ത ദേഷ്യവും ഉണ്ടായിരുന്നു. സൂസിയൊന്നും ഒരിക്കലും മരുമകളായി അംഗീകരിക്കാൻ പറ്റില്ല എന്ന് സാറ തറപ്പിച്ചു പറഞ്ഞു. സാറയെ സംബന്ധിച്ചിടത്തോളം രാജകുടുംബത്തിലെ വ്യക്തി കുലീന കുടുംബത്തിലെ അംഗത്തെ മാത്രമേ വിവാഹം കഴിക്കാവൂ എന്നായിരുന്നു. അതിനുവേണ്ടി സാറ ചില നീക്കങ്ങളും നടത്തിയിരുന്നു. ജൂൺ എന്ന പേരുള്ള കുലീന കുടുംബത്തിലെ ഒരു അംഗവുമായി നേറ്റിനെ അടുപ്പിക്കാൻ സാറ ശ്രമങ്ങൾ നടത്തി. ജൂൺ എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. ജൂണുമായി ഒരു മീറ്റിംഗ് വരെ സാറ അറേഞ്ച് ചെയ്തു. ജൂൺ നേറ്റിന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് കൂടിയാണ്. ഉള്ളിന്റെ ഉള്ളിൽ ജൂണിന് കൃത്യമായിട്ട് അറിയാം നേറ്റിന് തന്നെ ഇഷ്ടമേയല്ലെന്ന്. എന്നിരുന്നാലും അവൾ അത് പുറമേ കാണിച്ചില്ല. അധികം വൈകാതെ സൂസിയെ തേടി ഒരു വാർത്ത എത്തി. സൂസിക്ക് ഒരു ഓഫർ ലെറ്റർ വന്നിരിക്കുന്നു. കേംബ്രിയ പാലസിൽ നിന്നാണ് ആ ക്ഷണം എത്തിയിരിക്കുന്നത്. അവരുടെ ഗാർഡൻ പ്രൊജക്റ്റിൽ ഇന്ത്യനായി സൂസിക്ക് ജോയിൻ ചെയ്യാം. നേറ്റൊരിക്കൽ അവളോട് പറഞ്ഞ അതേ ഗാർഡൻ പ്രൊജക്റ്റ് ആയിരുന്നു അത്. പക്ഷെ ആ ഇൻവിറ്റേഷൻ നേറ്റ് അയച്ചതായിരുന്നില്ല. അത് സാറയുടെ പദ്ധതിയായിരുന്നു. അവരുടെ ആ ലോകത്ത് സൂസി ബിലോങ് ചെയ്യുന്നേയില്ല എന്ന് നേറ്റിനെ ബോധ്യപ്പെടുത്തലായിരുന്നു സാറയുടെ ലക്ഷ്യം. അങ്ങനെ സൂസി കേംബ്രിയയിലേക്ക് എത്തിച്ചേരുകയാണ്. ഏവരെയും സഹോദരിക്കൊപ്പം വന്നിരുന്നു. അവർക്ക് താമസിക്കാൻ കൊടുത്തതാകട്ടെ പാലസിലെ സർവൻസിനുള്ള റൂമാണ്. സൂസി അതിൽ പരാതിയൊന്നും പറഞ്ഞില്ല. വൈകാതെ സൂസി തന്റെ ജോലിയിലേക്ക് ഇറങ്ങി. ആത്മാർത്ഥമായി തന്നെ ജോലിയുടെ ഓരോ കാര്യവും സൂസി നോക്കുന്നുണ്ടായിരുന്നു. നേറ്റിനെ അതുവരെ കാണാൻ സൂസിക്ക് സാധിച്ചിരുന്നില്ല. ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്റ്റ് ആയിട്ടാണ് സൂസി അവിടെ എത്തിയതെങ്കിലും പലപ്പോഴും ഒരു തോട്ടപ്പണിക്കാരന്റെ ജോലിയായിരുന്നു അവൾക്ക് നൽകപ്പെട്ടത്. അധികം വൈകാതെ ഗാർഡനിലെത്തി സാറ സൂസിയെ കണ്ടു. സൂസിയോട് തന്റെ മനസ്സിലുള്ളത് തുറന്നു തന്നെ സാറ സംസാരിച്ചു. നേറ്റിന് പറ്റിയൊരു പാർട്ട്ണറായി ഒരിക്കലും തനിക്ക് സൂസിയെ കാണാൻ പറ്റില്ല. ആ കാര്യം അവൾക്കും മനസ്സിലാവുന്ന തരത്തിൽ തന്നെ സാറ പ്രകടമാക്കി. കുറച്ചു കഴിഞ്ഞ് സൂസിക്കൊരു ബ്രേക്ക് കിട്ടി. ബ്രേക്ക് സമയത്ത് ഏവറിയുമായി സൂസി ഫോണിൽ സംസാരിക്കുകയായിരുന്നു. ഏവറി പുറത്ത് ഷോപ്പിങ്ങിന് പോയിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്ന നേറ്റിനെ സൂസി നോക്കിക്കണ്ടത്. നേറ്റിനെ കണ്ടതും സന്തോഷത്തിൽ സൂസി അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. നേറ്റിനെ ആലിംഗനം ചെയ്തു. നേറ്റും സൂസിയും സുഹൃത്തുക്കളാണല്ലോ. ആ രീതിയിലായിരുന്നു ആ ആലിംഗനം. പക്ഷേ ഒരബദ്ധം പറ്റി. നേറ്റപ്പോൾ അവിടെ ഒരു പ്രസ് കോൺഫറൻസിനായി ഇറങ്ങി വന്നതായിരുന്നു. പറയണ്ടല്ലോ, ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ ആ ഫോട്ടോ പകർത്തി പത്രക്കാരെ ചുറ്റിവളയാൻ ആരംഭിച്ചപ്പോഴേക്കും സൂസിയുമായി നേറ്റ് അവിടെ നിന്ന് ഗാർഡൻ ഭാഗത്തേക്ക് പോയി. സൂസി അവിടെ കണ്ടത് മനോഹരമായ ഒരു സർപ്രൈസ് ആയിട്ടായിരുന്നു നേറ്റിന് അനുഭവപ്പെട്ടത്. കാര്യങ്ങളൊക്കെ നേറ്റ് സൂസിയുമായി സംസാരിച്ചു. അപ്പോഴായിരുന്നു എല്ലാം നേറ്റിന് മനസ്സിലാവുന്നത്. സൂസി
സെർവന്റ് ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത് എന്ന് മനസ്സിലാക്കിയതും അവരെ അവിടെ നിന്ന് നെറ്റ് വെക്കേറ്റ് ചെയ്യിപ്പിച്ചു. പാലസിലെ തന്നെ ഗസ്റ്റ് റൂമിലേക്ക് സൂസിയെ നെറ്റ് കൊണ്ടെത്തിച്ചു. അതിമനോഹരമായ ഒരു മുറിയായിരുന്നു അവർക്ക് ലഭിച്ചത്. അടുത്ത ദിവസം നേറ്റ് തന്റെ അമ്മയ്ക്കൊപ്പം ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയായിരുന്നു. ആ സമയം സാറയോട് നേറ്റ് പറഞ്ഞു, വൈകാതെ എന്റെ പട്ടാഭിഷേക ചടങ്ങുകൾ വരികയാണല്ലോ, ആ ചടങ്ങിലേക്ക് സൂസിയെയും ഏവറിയെയും ക്ഷണിക്കണം എന്നെനിക്കുണ്ട്. ആദ്യം സാർ അതിനെ എതിർക്കുകയായിരുന്നു ചെയ്തത്. പക്ഷേ നേറ്റ് അമ്മയോട് പറഞ്ഞു, അമ്മ ഭയപ്പെടണ്ട, ഞാൻ ഈ കൊട്ടാരത്തിൽ തന്നെ ഉണ്ടാകും, മോശപ്പെട്ടതൊന്നും സംഭവിക്കുകയുമില്ല. അതോടെ സാറ സമ്മതിച്ചു. അടുത്ത ദിവസം നേറ്റും സൂസിയും ഒന്നിച്ച് ഒരു ലഞ്ച് കഴിച്ചു. പിന്നീട് സംസാരിക്കുമ്പോ മൊത്തത്തിൽ പരക്കുന്ന അഭ്യൂഹങ്ങളെപ്പറ്റി സൂസി ചോദിച്ചു. നേറ്റും ജൂണും തമ്മിൽ എൻഗേജ്ഡ് ആവാൻ പോകുവാണെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ ഉടനടി നേറ്റ് അത് തിരുത്തി. അങ്ങനെ ഒന്നും തന്നെയില്ല, ഞങ്ങളുടെ കുട്ടിക്കാലം തൊട്ടേ സുഹൃത്തുക്കളായിരുന്നു, അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. നേറ്റ് പിന്നാലെ തന്റെ പട്ടാഭിഷേക ചടങ്ങിലേക്കും അത് കഴിഞ്ഞുള്ള പാർട്ടിയിലേക്കും സൂസിയെ ക്ഷണിച്ചു. ആദ്യം സൂസി മടിക്കുകയായിരുന്നു ചെയ്തത്. അവിടെ ഡാൻസ് പാർട്ടിയൊക്കെ ഉണ്ടാവില്ലേ, തനിക്ക് ഡാൻസ് ചെയ്യാനൊന്നും അറിയില്ല എന്ന് സൂസി പറഞ്ഞു. അതോടെ അതോർത്ത് ഭയപ്പെടണ്ടെന്നും താൻ പഠിപ്പിക്കാം എന്നുമായി നേറ്റ്. പിന്നാലെ നേറ്റ് തന്നെ സൂസിയെ ഡാൻസ് സ്റ്റെപ്പുകൾ പഠിപ്പിക്കാൻ തുടങ്ങി. അടുത്ത ദിവസം സൂസിക്കൊപ്പം സമയം ചിലവഴിക്കുമ്പോൾ പട്ടാഭിഷേക സമയത്തെ തന്റെ പ്രതിജ്ഞാവാക്കുകൾ ഉരുവിട്ട് നേറ്റ് പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ജൂൺ കടന്നു വന്നത്. റോയൽ കൗൺസിൽ നേറ്റിനെ അന്വേഷിക്കുന്നുണ്ട്, അങ്ങോട്ടേക്ക് ചെല്ലൂ എന്ന് ജൂൺ പറഞ്ഞു. നേറ്റ് അതോടെ അവിടുന്ന് പോയി. ജൂൺ പിന്നാലെ സൂസിയുമായി സംസാരിച്ചു. സംസാരത്തിനിടയിൽ ജൂൺ പറഞ്ഞു, എനിക്കറിയാം അവരെന്നെ പ്രണയിക്കുന്നൊന്നുമില്ലെന്ന്, പക്ഷേ റോയൽ കൗൺസിലും ഇവിടുത്തെ രാജകുടുംബവും എന്നെ തന്നെയായിരിക്കും അവന്റെ ക്വീനായി നിർത്തുക. അതും പറഞ്ഞ് ജൂൺ പോയതും സൂസിയുടെ ഹൃദയം തകർന്നു. സൂസിക്ക് വല്ലാത്തൊരു ദുഃഖം അനുഭവപ്പെട്ടു. അവൾ അങ്ങനെ ദുഃഖത്തിലിരിക്കുകയാണ് ലേഡി ജെനി അങ്ങോട്ടേക്ക് എത്തിയത്. ലേഡി ജെനിയെ കണ്ടതും സൂസിക്ക് ഒരു ആശ്വാസവും സന്തോഷവും തോന്നി. ലേഡി ജെനി പിന്നാലെ സൂസിയെ ഷോപ്പിങ്ങിന് പോവാൻ ക്ഷണിച്ചു. പട്ടാഭിഷേകത്തിന്റെ അന്ന് നടക്കുന്ന പാർട്ടിയിൽ ഇടാൻ വേണ്ടി ഒരു ഗൗൺ വാങ്ങാനായിരുന്നു അത്. പിന്നീട് തിരിച്ചെത്തി റോയൽ ഗാർഡന്റെ ഭാഗത്തുകൂടെ സൂസി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സാറ അങ്ങോട്ടേക്ക് വന്നത്. സാറ സൂസിയുമായി സംസാരിച്ചു. ഇത് നേറ്റിന്റെ അച്ഛൻ വിവാഹ സമ്മാനമായി നിർമ്മിച്ച റോയൽ ഗാർഡനാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം തന്നെ ഒരുപാട് പ്രണയിച്ചിരുന്നു എന്നും സാറ കൂട്ടിച്ചേർത്തു. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞു, നേറ്റും സൂസിയും കൂടി ഇത്തരത്തിൽ ഒരു ജീവിതം മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ നോക്കിയാലും അത് സാധിക്കില്ല. കാരണം നീ ഒരു റോയൽ കുടുംബാംഗമൊന്നുമല്ലല്ലോ. ആ വാക്ക് സൂസിയെ വീണ്ടും വിഷമിപ്പിച്ചിരുന്നു. അങ്ങനെ അധികം വൈകാതെ പട്ടാഭിഷേക ചടങ്ങുകൾ നടന്നു. ഒരുപാട് പേർ അതിന് സാക്ഷ്യം വഹിക്കാനുണ്ടായിരുന്നു. അവിടെ വെച്ച് ജൂണിനടുക്കൽ സാറ പറയുന്നത് സൂസി കേട്ടു. നേറ്റിന്റെ അടുക്കൽ ക്വീനായി നിൽക്കാൻ യോഗ്യതയുള്ളത് നിനക്ക് മാത്രമാണ്. സൂസിയൊന്നും മിണ്ടിയില്ല. തനിക്കിനി അവിടെ ഒരു സ്ഥാനമില്ല എന്ന് ചിന്തിച്ച സൂസി അവിടെ നിന്ന് പോകുവാൻ വേണ്ടി തിരികെ എത്തിയപ്പോ പാക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് സഹോദരി ഏവറി അങ്ങോട്ടേക്ക് വന്നത്. ഏവറി സൂസിയോട് പറഞ്ഞു, എന്താ ചേച്ചി ചെയ്യുന്നേ? കാര്യം അരുതാത്തത് പലതും കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ടാകും. പക്ഷേ ഇപ്പോഴത്തെ രാജാവ് നമുക്കറിയാവുന്ന അതേ നേറ്റ് തന്നെയാണ്. സ്വന്തം കാര്യത്തിൽ ചേച്ചി ഒരിക്കലും സംശയിക്കരുത്. ചേച്ചി ചിലപ്പോ കുലീന കുടുംബാംഗമൊന്നുമായിരിക്കില്ല, പക്ഷേ നിങ്ങള് ഇന്റലിജന്റ് ആണ്, ഇൻഡിപെൻഡന്റ് ആണ്. എന്തിനേറെ പറയുന്നു, ഇവിടുത്തെ പല പ്രഭു കുടുംബാംഗങ്ങളെക്കാളും ഒരുപാട് സമർത്ഥയായ കഴിവുള്ള ഒരു സ്ത്രീയാണ്. എല്ലാത്തിലും ഉപരിയായി നല്ലൊരു മനസ്സ് നിങ്ങൾക്കുണ്ട്. അതോടെ സൂസിക്കും ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടി. പട്ടാഭിഷേകം കഴിഞ്ഞ് ഡാൻസ് പാർട്ടി അരങ്ങേറാൻ പോകുന്നുണ്ടായിരുന്നുള്ളൂ. തയ്യാറായി അങ്ങോട്ടേക്ക് പോകാൻ ഏവറി പറഞ്ഞപ്പോ സൂസി അത് ചെയ്തു. പാർട്ടിയിലേക്ക് സൂസി ചെല്ലുമ്പോ നേറ്റ് അവിടെ സൂസിയെ കാത്തു നിൽക്കുകയായിരുന്നു. സൂസിയെ കണ്ടതും നേറ്റ് തന്റെ കൂടെ ഡാൻസ് ചെയ്യാൻ സൂസിയെ ക്ഷണിച്ചു. ഇരുവരും മനോഹരമായി അവിടെ ഡാൻസ് ചെയ്തു. പിന്നാലെ അവളെയും കൂട്ടിക്കൊണ്ട് അവിടുള്ള ഒരു മുറിയിലേക്ക് നേറ്റ് പോയി. അവിടെ വെച്ച് വളരെ ആത്മാർത്ഥമായി നേറ്റ് സൂസിയെ പ്രപ്പോസ് ചെയ്തു. നീ എന്റെ ജീവിതത്തിൽ വന്ന ശേഷമാണ് എനിക്കൊരു ധൈര്യം കൈവന്നത്. രാജഭരണത്തിന്റെ കാര്യത്തിൽ വലിയ ഭീതി എനിക്കുണ്ടായിരുന്നു. പക്ഷെ നീ എന്റെ ലൈഫിലേക്ക് വന്നപ്പോ പതിയെ അതില്ലാതായി. നോക്ക്, ഞാനിപ്പോൾ രാജാവായി തീരുകയും ചെയ്തു. സൂസിക്ക് വലിയ സന്തോഷം തന്നെ തോന്നി. പിന്നീട് പാർട്ടി ഹാളിലേക്ക് വന്ന നേറ്റ് ഇരുവർക്കുമായി ഒരു ഡ്രിങ്ക് എടുത്തു. അപ്പോഴാണ് ജൂൺ അവന്റെ അടുത്തേക്ക് വരുന്നത്. നേറ്റുമായി ജൂൺ സംസാരിച്ചു. സൂസിയെ നേറ്റ് തിരഞ്ഞെടുത്തു എന്ന് മനസ്സിലാക്കിയതും ജൂൺ ഒന്നും തന്നെ പറഞ്ഞില്ല. മറ്റൊന്നുകൊണ്ടും യഥാർത്ഥ സ്നേഹത്തെ പിടിച്ചു വാങ്ങാനാവില്ല എന്നെനിക്കറിയാം. നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന മട്ടിൽ ജൂൺ പറഞ്ഞു. അവളുടെ മനസ്സിലാക്കലിനെ നേറ്റ് അഭിനന്ദിച്ചു. പക്ഷെ അങ്ങോട്ടേക്ക് വന്ന സൂസി കണ്ടത് നേറ്റ് ജൂണുമായി സംസാരിച്ച് അടുപ്പത്തോടെ നിൽക്കുന്നതാണ്. സൂസി അത് കണ്ട് തെറ്റിദ്ധരിച്ചു. തിരികെ ദേഷ്യത്തിൽ മുറിയിലേക്ക് പോകുമ്പോഴാണ് സാറ സൂസിക്ക് മുമ്പിൽ വന്നു
കടന്നുപെടുന്നത്. സാറ പറഞ്ഞു, നിന്റെ സ്വഭാവവും നിന്റെ പെരുമാറ്റ രീതികളും എല്ലാം മികച്ചതാണ്. ആ കാര്യത്തിലൊക്കെ നീ പ്രത്യേകം അഭിനന്ദനവും അർഹിക്കുന്നുണ്ട്. പക്ഷേ നിന്റെയും എന്റെ മകന്റെയും ബന്ധത്തിന് ആശീർവാദം നൽകാനൊന്നും എനിക്ക് പറ്റില്ല. എല്ലാം കൊണ്ടും സൂസിക്ക് മതിയായിരുന്നു. നേറ്റ് തന്നോട് പറഞ്ഞതത്രയും ആ ഒരു നിമിഷത്തെ തോന്നലിൽ നിന്ന് പറഞ്ഞതായിരിക്കും എന്നൊക്കെ സൂസി ചിന്തിച്ചു. താനവിടെ നിലകൊള്ളാൻ യോഗ്യയല്ല എന്ന് തോന്നി അവൾ സാധനങ്ങൾ പാക്ക് ചെയ്തെടുത്ത് കൊട്ടാരം വിട്ടിറങ്ങി. താനും നേറ്റും ഒരുമിച്ച് ജീവിക്കാൻ തക്കവണ്ണം ഒരുപോലെ യോഗ്യതയില്ലാത്തവരാണ്, അതിന് വിധിയില്ലാത്തവരാണ് എന്നൊക്കെയായിരുന്നു സൂസി ചിന്തിച്ചത്. മാസങ്ങൾ കടന്നുപോയി. സൂസിയെ നേറ്റ് മറന്നതേയില്ല. സാറയ്ക്കും തന്റെ മകൻ ഒരിക്കലും സൂസിയെ മറക്കില്ലെന്നും മറ്റൊരു സ്ത്രീയെ വധുവായി സ്വീകരിക്കില്ലെന്നും മനസ്സിലായി. നേറ്റിന്റെ പ്രണയം അത്രമേൽ ആത്മാർത്ഥമാണെന്ന് നേറ്റിന്റെ അമ്മ തന്നെ തിരിച്ചറിഞ്ഞു. ഒരു ഘട്ടത്തിൽ നേറ്റിന്റെ അസിസ്റ്റന്റായ ജോണും സാറയോട് പറഞ്ഞു, ഏറ്റവും നല്ലത് സൂസിയെ നിങ്ങളുടെ മരുമകളായി അംഗീകരിക്കുന്നതായിരിക്കും. അവൾ നല്ലൊരു പെൺകുട്ടിയാണ്. കാര്യം ശരിയാണ്. സൂസി ഒരു കുലീന കുടുംബത്തിലെ അംഗമോ ഒന്നും ആയിരിക്കില്ല. പക്ഷേ തീർച്ചയായും അവൾക്ക് അതിനേക്കാളൊക്കെ അവളുടെ സ്വഭാവം കൊണ്ട് ഉയരാൻ സാധിക്കും. അവളുടെ കർത്തവ്യങ്ങൾ അവൾ ഏറ്റവും മനോഹരമായി തന്നെ ചെയ്യും. പിന്നെ മികവുള്ള ഒരു രാജാവാവുക, ഒരു രാജ്ഞിയാവുക എന്നുള്ളത് ജന്മം കൊണ്ടാർക്കും കിട്ടുന്നതല്ലല്ലോ, അവർ പഠിച്ചെടുക്കുന്നതല്ലേ. സൂസിക്ക് ഒരു അവസരം കൊടുത്തു നോക്കിക്കൂടെ? ജോണിന്റെ വാക്കുകൾ കുറച്ചെങ്കിലും സാറയുടെ കണ്ണു തുറപ്പിക്കുന്നുണ്ടായിരുന്നു. സാറ അവിടെ നിന്ന് ഗാർഡനിലേക്ക് പോയി. നേറ്റ് അവിടെ ജോലിയിലായിരുന്നു. പണ്ട് സൂസിയുടെ കുടുംബം നൽകിയ പ്ലാൻ ഷോപ്പിലെ യൂണിഫോം ഇട്ടായിരുന്നു നേറ്റ് അവിടെ നിന്നിരുന്നത്. നീ എന്തിനെ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് സാർ ചോദിച്ചപ്പോൾ നേറ്റ് പറഞ്ഞു, ഇങ്ങനെ മണ്ണിനോട് ചേർന്ന് പണിയെടുക്കുമ്പോൾ മണ്ണിൽ ചവിട്ടി നിൽക്കുന്നതായി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. റോയൽ സ്റ്റാറ്റസിനപ്പുറം ഞാനൊരു മനുഷ്യനാണെന്ന് ഇതെന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. തുടർന്നുള്ള സംസാരത്തിൽ പ്രണയത്തെപ്പറ്റിയും അവൻ പറഞ്ഞു. പലരുടെയും ബാക്ക്ഗ്രൗണ്ടൊക്കെ പലതായിരിക്കും. പക്ഷെ പ്രണയത്തിനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും നൽകപ്പെടേണ്ടതുണ്ട്. ഒരു യഥാർത്ഥ രാജാവ് ഒരിക്കലും തന്റെ പ്രണയത്തിൽ നിന്ന് ഒളിച്ചോടില്ലല്ലോ. ഞാനും സൂസിയിൽ നിന്ന് ഒളിച്ചോടില്ല. മകന്റെ മറുപടികൾ സാറയുടെ മനസ്സിൽ വലിയ മാറ്റങ്ങൾ തന്നെ തീർത്തു. ഇതേസമയം നാട്ടിലേക്ക് പോയിരുന്ന സൂസിയാകട്ടെ ഒരു ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ട് എന്ന പേരിൽ നല്ല രീതിയിൽ പേരെടുക്കാൻ ആരംഭിച്ചിരുന്നു. ഓരോ ദിവസവും അവൾക്ക് കൂടുതൽ വർക്കുകൾ വന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം ഷോപ്പിൽ സൂസി തിരക്കു പിടിച്ച ജോലിയിലായിരുന്നു. അപ്പോഴാണ് ഏവറി അങ്ങോട്ടേക്ക് വന്നത്. അവളെ കൂട്ടി വീട്ടിലേക്ക് പോകാനായിരുന്നു ഏവറി എത്തിയത്. കാറിൽ കയറി സൂസിയിരുന്നു. പോകുന്ന വഴിക്ക് തന്റെ ജോലിയിലായിരുന്നു അവളെപ്പോഴും ശ്രദ്ധ കൊടുത്തുകൊണ്ടിരുന്നത്. ഏവറി ഓടിച്ച കാർ നിന്നതാകട്ടെ ലവ് ട്രീയുടെ മുമ്പിലായിരുന്നു. സൂസി നോക്കുമ്പോൾ അവിടെ അതാ നേറ്റ് തനിക്കായി വെയിറ്റ് ചെയ്യുന്നു. സൂസി നേറ്റിന്റെ അടുത്തേക്ക് ഇറങ്ങി ചെന്നു. അവളെത്തിയതും നേറ്റ് ആ ലവ് ട്രീയുടെ മുമ്പിൽ വെച്ച് അവളുടെ മുമ്പിൽ മുട്ടുകുത്തി അവളെ പ്രപ്പോസ് ചെയ്തു. പക്ഷെ അവളെ ഞെട്ടിച്ചത് അതൊന്നുമായിരുന്നില്ല. സൂസിയുടെ പാരന്റ്സും നേറ്റിന്റെ അമ്മ സാറയും അവിടെ സാക്ഷിയാവാനുണ്ടായിരുന്നു. നേറ്റിന്റെ അമ്മ അവരുടെ റിലേഷൻഷിപ്പിനുള്ള തന്റെ സമ്മതം അറിയിച്ചു. സൂസിയുടെ മുഖത്ത് അത്രമേൽ സന്തോഷം നിറഞ്ഞു. നേറ്റിന്റെ പ്രപ്പോസൽ അവൾ സ്വീകരിച്ചു. അവരിരുവരും ഒന്നുചേരും എന്ന സൂചനയോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.